ഹലോ എല്ലാവർക്കും ഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ പാല് തരുന്ന ചേച്ചീൻ്റെ വീട്ടിലേക്ക് വന്നാണ് കേട്ടോ. അവിടെ കപ്പ കൃഷി ചെയ്തിട്ട് കപ്പ പറിക്കണുണ്ടോ എന്ന് പറഞ്ഞ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണം, ഞാനൊരു 4 കിലോ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതാണ് കപ്പ. അപ്പോൾ നമുക്കിതാദ്യം വെട്ടിയൊക്കെ എടുത്ത് കഴുകി കപ്പ പുഴുങ്ങാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇന്ന് കപ്പയൊക്കെ പുഴുങ്ങിയ ശേഷം നമുക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എലക്ഷൻ ലിസ്റ്റിൽ പേര് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ കപ്പയൊക്കെ പുഴുങ്ങാനിട്ടു, കപ്പയൊക്കെയായി കഴിച്ച ശേഷം നമ്മൾ പുറത്തേക്ക് പോകാം കേട്ടോ. ഇന്നല്ല, ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ച വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 1, 2, 3 വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഇനി കറക്റ്റായിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് ഇടണം, എന്നാലേ വീഡിയോ കറക്റ്റായിട്ട് റെഗുലറായിട്ട് വരത്തുള്ളൂ. തിരുവനന്തപുരത്ത് പോയി വന്നപ്പോഴേക്കും ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം കഴിഞ്ഞ് ഒന്ന് എണീറ്റ് വന്നപ്പോഴേക്കും പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളായി. അതിൻ്റെ ക്ഷീണം അങ്ങനെ എണീറ്റ് വന്നപ്പോഴേക്കും പിന്നെ വാവക്കും പനിയും കാര്യങ്ങളൊക്കെ. പിന്നെ വാവേനെ ശ്രദ്ധിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് ഇതിനിടയിൽ കൂടി ഞാൻ എല്ലാ ദിവസവും വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല, അതായിരുന്നു പ്രശ്നം. ഇനി ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇപ്പോൾ 1, 2, 3 ദിവസം അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ഉണ്ടാവും കേട്ടോ. കയ്യിലിരുന്നതൊക്കെ എടുത്തിടും ഞാൻ. നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായ ശേഷം വാവക്ക് വടയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക കേട്ടോ. കഴിച്ചു കിട്ടും. ഞാനൊരു പപ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കടയിലും കൂടി കയറണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബിരിയാണിയും കൂടി മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം കേട്ടോ. ബിരിയാണി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കറികളും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. മീൻ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കറിയും കാര്യങ്ങളൊക്കെ വെക്കണം. ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞുകൊണ്ട് നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എണീറ്റ് വന്നപ്പോഴേക്കും രാത്രിത്തേക്ക് കറിയൊക്കെ വെക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോഴേ വെച്ചാലേ കുറച്ച് നേരം കഴിയുമ്പോൾ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ അരച്ച് വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. തേങ്ങ എടുത്തു, പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലയും കൂടി ഇട്ട് വേപ്പില മുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്കാട്ടോ നമ്മൾ കറി വെക്കുന്നത്. അതിൽ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുക വരും. അതുകൊണ്ട് ഇതിലാദ്യം കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ല, ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായേ, പറയാൻ മറന്നുപോയി, കണ്ടപ്പോഴാണ് ഓർത്തത്. വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ച തേങ്ങയൊക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെക്കുന്ന മീൻ കറി കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. എനിക്ക് സത്യമായിട്ട് മീൻ കറി വെക്കാൻ അറിയത്തില്ല. ഞാൻ എന്നാലും എൻ്റേതായ ഒരു ഐഡിയയും ഒരിതൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെത്താനെ വെക്കുന്ന കറികളാട്ടോ ഇതൊക്കെ. ലാസ്റ്റ് നമ്മൾ കുടംപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെക്കാം. എന്നിട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണേ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ, മുളക് കറി വെച്ച് കഴിഞ്ഞാൽ അത്ര റെഡി ആവത്തില്ല കേട്ടോ. കാരണം അതത്ര ടേസ്റ്റിൽ വരത്തില്ല. വെറുതെ ഒരു പേരിനൊരു കറിയായി എന്ന് പറയാം, എന്നാലും ടേസ്റ്റ് വരത്തില്ല. അതിലും നല്ലത് തേങ്ങ അരച്ച് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങ അരച്ച് ഞാൻ മീൻ കറി വെക്കുന്നത്. പിന്നെ എനിക്കിഷ്ടം കേട്ടോ, തേങ്ങ അരച്ച മീൻ കറിയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. മീൻ കറി അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ കൊച്ചുള്ളിയൊക്കെ മൊരിയിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ശരിക്കും ചാറ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് പാത്രമൊക്കെ ഇങ്ങനെ മൊത്തത്തോടെ പൊക്കിയാക്കിയാണ് ഒഴിക്കേണ്ടത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒഴിക്കാനായിട്ട് പേടിയായതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി വല്ല തെറ്റിപ്പോയാലോ എന്ന് എനിക്ക് പേടിയാണ്, മേത്തേക്ക് വീഴുമോ എന്ന്. അപ്പോൾ നമ്മുടെ മീൻ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് വന്ന അയില നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചോറൊക്കെ കഴിച്ച് കിടക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക്